എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എല്ലാരും കല്യാണ വിശേഷങ്ങൾ ഒരുപാട് പേരുടെ കല്യാണം. അതെ അതെ, നമ്മുടെ 8-ാം തീയതി തന്നെ നമ്മുടെ ശ്രീവിദ്യയുടെ കല്യാണം. എന്റെ ദൈവമേ, എന്റെ കല്യാണം എന്ന് പറഞ്ഞു എന്റെ കല്യാണം മുടങ്ങി. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? നമ്മൾ ഈ സന്തോഷ വാർത്തകൾ ഒരു മനുഷ്യരെ അറിയിക്കാൻ പാടില്ല. സത്യമില്ല, കാര്യല്ലേ? കണ്ണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നശിച്ചു പോവും. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെരുന്നറിഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. അതെ, നവംബർ 24-25 തീയതി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ച് കല്യാണം ആയതായിരുന്നു, അതൊക്കെ പോയി. അതിന് ഞാനും ചെയ്ത് പെണ്ണയാണ് ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടിഘോഷിച്ചിരുന്ന നീയല്ല. അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരുടെ പേര് വെച്ചിട്ടും ഈ പറയുന്ന പോലെ ഇങ്ങാളെ കല്യാണം കഴിക്കും, തങ്കച്ചേട്ട കല്യാണം കഴിക്കും, ഇയാളെ കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണം മുടങ്ങത്തില്ലേ? അവിടെ ഇവിടെ നിരങ്ങി അതും ഇതും പറഞ്ഞു നടക്കണം. ഇവൻ ഇവിടെ കേട്ടാതിരുന്നാലേ ഈ കല്യാണം നടക്കും. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? ജീവനുമായിട്ടുള്ള കല്യാണം എന്റെ അമ്മ, ആ പാവം ചെക്കനൊന്ന് വെറുതെ വിടുവോ? ജീവിച്ചു പോയിക്കോട്ടെ. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ? മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എനിക്ക് ആകപ്പാടെ എനിക്ക് ഈ ഒരു ഫീൽഡിൽ എനിക്ക് നല്ലൊരു കൂട്ടായിട്ടുള്ള ഒരാളാണ് അവൻ. നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ, വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. സ്റ്റാർ മാജിക്ക് പോയി കഴിഞ്ഞാൽ തങ്കച്ചേട്ടനായിട്ട് എന്തെങ്കിലും കോമ്പോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തങ്കച്ചേട്ടൻ ഞാനുമായിട്ട് എന്തെങ്കിലും ഇഷ്ടമാണ്, കല്യാണമാണെന്ന്. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരെ വിചാരിക്കുന്നില്ല. ഇയാളെ കല്യാണം കഴിക്കാൻ പോകണം, ഇയാളായിട്ട് പ്രേമമാണ്. എന്താണ് ഈ മനുഷ്യരുടെ കാര്യം? അതാ ശീലം, താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ എനിക്കറിയത്തില്ല, നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞ് കല്യാണം വരുന്നത് കൂടിയില്ല, വന്ന കല്യാണം മുടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കി നടക്കുമ്പോ അത് നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അതൊഴിയും. നിനക്കൊക്കെ പോയി വല്ല കന്നുകല്ലേ മേച്ചൂറ. നമുക്ക് നിങ്ങളുടെ മീഡിയയിലൊക്കെ ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് വ്യൂസിന് കയറ്റാനൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്ത് നിന്നെ ഞാൻ വല്ല ഏൽപ്പിച്ച? ഇപ്പൊ കുറച്ചു മുന്നേ നിങ്ങൾ കേട്ടതാണ് തങ്കച്ചേട്ടനായിട്ട് എന്തുവാ, അതാരൊക്കെ ചോദിച്ച കാര്യമാണ്. എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആ പാവം പട്ടിണി കിടന്ന് ചാവും. ഞാൻ വയറ്റിപ്പഴപ്പണനിയെ ഉപദ്രവിക്കരുത്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.